യുദ്ധകാലങ്ങളിൽ നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ചോയ്സാണ് സ്വർണം. എന്നാൽ ഈ യുദ്ധം ഈ ഒരു സമവാക്യത്തെ തകർത്തു. പശ്ചിമേഷ്യയിലെ യുദ്ധമാണ് സ്വർണ്ണവിലയിടിച്ചതിന്റെ പ്രധാന കാരണം. ഇറാൻ യുദ്ധം പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കാലം നീണ്ടുനിന്നാൽ സ്വർണത്തിലും കനത്ത തിരിച്ചടി ഇനിയും നേരിടാം. ലക്ഷത്തിൽ നിന്ന് താഴെയിറങ്ങി സ്വർണ്ണവില. ഇത് വൻ വീഴ്ച. യുദ്ധം കൊണ്ട് സാധാരണക്കാരന് കിട്ടിയ ലോട്ടറി ഇത് മാത്രമാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതും ആഭരണപ്രേമികൾ ഇഷ്ടപ്പെട്ട പോലെ 1 ലക്ഷത്തിൽ നിന്നും താഴെയിറങ്ങി സ്വർണ്ണവില. സ്വർണ്ണവില കുറയുന്നത് ശരിക്കും പറഞ്ഞാൽ വ്യാപാരികൾക്കും ആഭരണപ്രിയർക്കും നേട്ടം തന്നെയാണ്. വിവാഹ സീസൺ ആയതുകൊണ്ട് തന്നെ വിപണിക്ക് ഇത് വലിയ തരത്തിൽ ഗുണം ചെയ്യും. അതേസമയം സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. 2026 ജനുവരി 29 രാവിലെ വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സംസ്ഥാന ചരിത്രത്തിൽ 1 പവൻ സ്വർണത്തിന് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വില. അതുപോലെ ഈ മാസം സ്വർണത്തിൽ കുറിച്ച ഏറ്റവും കൂടിയ വില 1,26,920 രൂപയാണ്. ഇത് മാർച്ച് 1 രേഖപ്പെടുത്തിയ വിലയാണ്. അതായത് കഴിഞ്ഞ 23 ദിവസത്തിനിടെ സ്വർണ്ണവിലയിൽ വലിയ തരത്തിലുള്ള മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. സ്വർണ്ണവില കൂപ്പുകുത്തിയത് 27,440 രൂപയാണ് കുറഞ്ഞത്. സമാനമായി 1 ഗ്രാം സ്വർണത്തിൽ ഈ മാസം നേരിട്ട വില തകർച്ച എന്ന് പറയുന്നത് 3,430 രൂപയാണ്. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് നേരിടുന്ന വില തകർച്ചയുടെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. ഡോളർ മൂല്യം കരുത്താർജിക്കുന്നതും പലിശ നിരക്ക് ഉടനെ താഴ്ത്താത്തതുകൊണ്ട് സർക്കാർ കടപത്രങ്ങളുടെ ആദായ നികുതി നിരക്ക് ഉയർന്നു നിൽക്കാനുള്ള സാധ്യതയും സ്വർണത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പശ്ചിമേഷ്യൻ യുദ്ധം എന്ന് അവസാനിക്കുമെന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇത് കാരണം ക്രൂഡ് ഓയിൽ വില മുന്നേറാനുള്ള പശ്ചാത്തലം കാരണം നിക്ഷേപക താൽപര്യം അങ്ങോട്ട് വഴിമാറുന്നതും സ്വർണത്തിന് വലിയ തിരിച്ചടി നൽകുന്നു. നിലവിൽ രാജ്യാന്തര വിപണിയിൽ 1 ഔൺസ് സ്വർണത്തിന് വിപണി വില $4,500 താഴെയാണുള്ളത്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ സ്വർണം ഉപേക്ഷിച്ച് ബാങ്ക് നിക്ഷേപത്തിലേക്ക് തിരിയുകയാണ് ഇന്ന് നിക്ഷേപകർ. ക്രൂഡ് വില, ഡോളർ എന്നിവയ്ക്ക് ആവശ്യം ഏറി വരികയാണ്. ആവശ്യക്കാർ കുറയുന്നതാണ് സ്വർണ്ണവില കുറയാനും കാരണം. എന്നാൽ ഇത് താൽക്കാലികമായ അവസ്ഥയാണെന്നും സ്വർണം വൈകാതെ തിരിച്ചു കയറുമെന്നാണ് ജ്വല്ലറി വ്യാപാരികളും പറയുന്നത്. എന്തായാലും യുദ്ധകാലങ്ങളിൽ നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ചോയ്സായിരുന്നു സ്വർണം. എന്നാൽ ഈ യുദ്ധം ഈ ഒരു സമവാക്യത്തെയാണ് തകർത്തത്. പശ്ചിമേഷ്യയിലെ യുദ്ധമാണ് സ്വർണ്ണവിലയെ ഇടിച്ചതിന്റെ പ്രധാന കാരണമായി വിദഗ്ധരും പറയുന്നത്. ഇറാൻ യുദ്ധം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കാലം നീണ്ടുനിന്നാൽ സ്വർണത്തിലും കനത്ത തിരിച്ചടി ഇനിയും നേരിടാം. അങ്ങനെയെങ്കിൽ ആഗ്രഹിച്ചതുപോലെ 50,000-ലേക്കും പഴയ 25,000-ലേക്കൊക്കെ സ്വർണ്ണവില എത്താനുള്ളൊരു സാധ്യതയുണ്ടോ എന്നാണ് ആകാംക്ഷ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.